സഖ്യത്തിനെതിരെ തുറന്നടിച്ച് CPI കരട് രാഷ്ട്രീയ പ്രമേയം. സഖ്യത്തിന്റെ ഏകോപനം കാര്യക്ഷമമായില്ലെന്ന് പ്രമേയത്തിൽ വിമർശനമുണ്ട്. സീറ്റ് വിഭജന ചർച്ചകളിൽ വിലപേശലുകൾ നടന്നു. ഇത് പലപ്പോഴും സുഗമവും യോജിച്ചതുമായ പ്രചാരണത്തിന് തടസ്സമായെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ പഠിച്ചു മാത്രമേ കോൺഗ്രസ് തീരുമാനമെടുക്കാവൂ എന്നും CPI മുന്നറിയിപ്പ് നൽകി. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, ഈ പ്രമേയത്തിൽ കൂടുതലായി പരാമർശിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ദേവിക, രൂക്ഷമായ വിമർശനമാണ് CPIയുടെ ജനറൽ സെക്രട്ടറി DE രാജ ഇത് വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയത്. അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായത് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏകോപനം കാര്യക്ഷമമല്ല എന്നുള്ള കാര്യം CPIയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ, കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. മാത്രമല്ല, എന്ത് ലക്ഷ്യത്തിലാണോ ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല. നിരവധി തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ പലതും എടുത്തു മാറ്റുവാൻ വേണ്ടി പല ശ്രമങ്ങൾ നടന്നു. എന്നാൽ ഇതൊന്നും കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് CPIയുടെ ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. കോൺഗ്രസ് ആണ് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം എന്നുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ അത്ര ഒരു ആവശ്യം DE രാജയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ഓരോന്നും പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി പോയി, മാത്രമല്ല സമാജ്വാദി പാർട്ടി അടക്കം രൂക്ഷ വിമർശനം ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ CPI കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. ശരി.